Hi friends, Assalamualaikum. Welcome back to Thaslees kitchen. ഇന്ന് ഞാനൊരു ഷവർമ ബ്രെഡ് പോക്കറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന്റെ കൂടെ മയോണൈസ് എഗ്ലെസ് മയോണൈസ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. നമുക്ക് ആദ്യമായി ബ്രെഡ് പോക്കറ്റിന് ആവശ്യമുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനാദ്യമായി വേണ്ടത് ഒരു ചെറിയ കഷ്ണം കേബേജ് സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്, ഒരു ചെറുത് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത്, ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തത്, 2 ചില്ലി ചോപ്പ് ചെയ്തത്, അതുപോലെ ചെറിയ കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം കറിവേപ്പില. ഇതൊക്കെയാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ അല്ലി ഗാർലിക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓണിയൻ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ച കേബേജ്, ക്യാരറ്റ് ഇട്ടെടുത്തൊന്ന് ഒരല്പം ഉപ്പ് ഇട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നന്നായി ജസ്റ്റ് കടിക്കുന്ന ഒരു രീതിയിലാണ്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലാണ് ഇതിലേക്ക് ചേർക്കുന്ന പൗഡർ. നമ്മൾ നേരത്തെ ഒരല്പം ഗരം മസാല, ഒരല്പം പെപ്പർ, ഒരു പിഞ്ച് ടർമറിക് പൗഡറിലിട്ട് ചിക്കൻ വേവിച്ച് വെച്ചതായിരുന്നു. അതിനെ നന്നായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ നന്നായി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ഇനി നമുക്ക് എഗ്ലെസ് മയോണൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 1/2 ഗ്ലാസ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതേ അളവിൽ തന്നെയാണ് ഒരു 1/2 ഗ്ലാസ് മിൽക്കും എടുക്കുന്നത്. നമ്മൾ എത്രയാണോ ഓയിൽ എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് മിൽക്കും എടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല മയോണൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കാം. ഈ ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതേപോലത്തെ ഒരു അടപ്പ് ഉപയോഗിച്ച് 2 ബ്രെഡ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിന്റെ സൈഡൊക്കെ ഇതേപോലെ റിമൂവ് ചെയ്യണം. ഇതുപോലെ ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ബ്രെഡിനെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമാണ്. പിന്നെ അതിലേക്ക് വേണ്ടി 2 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഒരല്പം ഉപ്പും ഒരല്പം പെപ്പറും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ബ്രെഡ് ക്രംസും മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും മുട്ടയിൽ മുക്കിയതിനു ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കി
നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ ഓരോ ബ്രെഡും നമുക്ക് തയ്യാറാക്കി എടുക്കാം. എന്നെ ഒരു പാനില് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയ ഓരോ ബ്രെഡും ഇതുപോലെ നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ബ്രെഡ് എടുത്ത് ഇതുപോലെ ഇതിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. നല്ല പ്രസ് ചെയ്തിട്ട് വേണം ഇതിന്റെ ഫില്ലിങ് ഒന്ന് നിറക്കാന്. സ്പൂൺ വെച്ച് ഫില്ലിങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫില്ലിങ് നിറച്ച് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോ ബ്രെഡ് പോക്കറ്റിലും ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ലെസ് മയോണൈസ് ഇതിന്റെ മുകളിൽ ഒരു സ്പൂണായി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഷവർമന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് ഈ ബ്രെഡ് പോക്കറ്റിന്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.